നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രം സൃഷ്ടിച്ച ആലിൻ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ആലിന്റെ കുടുംബത്തെയും ഒപ്പം നിന്ന സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. കേരളത്തിന്റെ മാതൃക ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്നും കേരളം രാജ്യത്തിനൊന്നാകെ മാതൃകയെന്നുമാണ് ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ. NDTV, ടൈംസ് നെറ്റ്വർക്ക്, ഇന്ത്യ ടുഡേ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ആലിനെ പറ്റിയുള്ള വാർത്തകൾ ഏറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ആലിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയതും വാർത്തകളിൽ നിറഞ്ഞു. സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ആലിന്റെ സംസ്കാരം. രാജ്യത്തെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നഗരങ്ങളിലൊന്നും ഇത്തരമൊരു അപൂർവ സംഭവം ഇന്നേ വരെ നടന്നിട്ടില്ല എന്നും കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന പ്രവൃത്തിയാണ് ഉണ്ടായത് സർക്കാർ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടെയാണെന്നും മാധ്യമങ്ങളും നെറ്റിസൺസും പറയുന്നു. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ച മാതാപിതാക്കളെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ദുഃഖത്തിനിടയിലും അവരെടുത്തത് അസാധാരണമായൊരു തീരുമാനമാണ്. എന്നാൽ ആലിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? കോട്ടയം പള്ളത്ത് നടന്നത് വെറുമൊരു വാഹനാപകടം മാത്രമായിരുന്നു, അതോ മനഃപൂർവ്വം വരുത്തി വെച്ചതാണോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ച് പ്രചരിക്കുന്നത്. ഇതൊരു അപകടമായിരുന്നില്ല, അവർ റോങ് സൈഡിലല്ലേ വന്നത്. ദൃക്സാക്ഷിയായ പിക്കപ്പ് ഡ്രൈവർ ജോബിൻ നൽകിയ മൊഴിയിലെ ചില വരികളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഒരു കാർ പാമ്പ് പുളയുന്നത് പോലെ റോഡിലൂടെ ചീറിപ്പായുന്നു. തൊട്ടു പിന്നാലെ ഒരു വൻ ദുരന്തം. ആ കാർ ഓടിച്ചിരുന്നത് 85 വയസ്സുള്ള ഒരാളാണെന്ന് പറയുന്നു. പക്ഷേ അപകടം നടന്ന ഉടനെ കാറിൽ നിന്നിറങ്ങിയ ഇയാളുടെ പ്രതികരണം ആരെയും ഞെട്ടിക്കുന്നതാണ്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും കുടുംബത്തെയും കണ്ടിട്ടും അയാളിൽ കുറ്റബോധമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു വിചിത്രമായ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവര് റോങ് സൈഡിലല്ലേ വന്നത്? കാഴ്ചയിൽ അവശനെങ്കിലും റോഡിന്റെ മധ്യത്തിലൂടെ പാഞ്ഞു വന്ന എതിർദിശയിൽ വന്ന കാറിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അയാൾക്ക് കൃത്യമായ ബോധമുണ്ടായിരുന്നില്ലേ? അതോ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയായിരുന്നോ ആ നീക്കങ്ങൾ? ജോബിൻ എന്ന ദൃക്സാക്ഷി വണ്ടി ഒതുക്കി നിർത്തിയിട്ടും കുഞ്ഞിന്റെ അച്ഛൻ കാർ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ഒരു കൃത്യതയോടെ ആ കാർ അവരിലേക്ക് പാഞ്ഞു കയറിയത് എന്തിനായിരുന്നു? ഇതൊരു അശ്രദ്ധയല്ല, കൊലപാതകത്തിന് തുല്യമായ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ അവശതയോ മരുന്നിന്റെ മയക്കമോ എന്ന പേരിൽ ഈ കേസ് എഴുതി തള്ളുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത് മറ്റെന്തെങ്കിലും സത്യങ്ങളാണ്. ആ 85-കാരന്റെ ലൈസൻസ് പുതുക്കി നൽകിയത് ആരുടെ താല്പര്യപ്രകാരമാണ്? ആ പിഞ്ചുകുഞ്ഞിന്റെ ജീവന് വിലയിട്ടത് ആരാണ്? നിയമം കണ്ണടയ്ക്കുമ്പോൾ റോഡിൽ ഇനിയും ഇത്തരം ബോംബുകൾ പൊട്ടാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റും ചർച്ചയാവുന്നുണ്ട്. ആലിനെ ആഘോഷിക്കുന്ന മലയാളികൾ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്നാണ് എഴുത്തുകാരനും ശാസ്ത്രചിന്തകനുമായ ഇന്ദ്രൻ കതിരവൻ പറയുന്നത്. ചൈൽഡ് സീറ്റ് കർശനമാക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. നമ്മുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞുവെന്ന് തോന്നുന്നവർ ആരുമില്ലേ എന്നാണ് ഇന്ദ്രൻ കതിരവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത്. ആലിന്റെ മാതാപിതാക്കൾക്ക് അധികം പരിക്കേറ്റിട്ടില്ല. സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നോ എന്നും ഇന്ദ്രൻ കതിരവൻ ചോദിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ ആ മാതാപിതാക്കൾ ജയിലിലായേനെ എന്നും ഇന്ദ്രൻ കതിരവൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദമാക്കുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആലിൻ എന്ന കുഞ്ഞ് വിലക്ഷണമായി പ്രതീകവൽക്കരിക്കപ്പെട്ട് നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നത് അതിക്രൂരവും പൈശാചികവുമായ പെരുമാറ്റമാണ്. മുരളി തുമ്മാറുകൂടി പറഞ്ഞ് മടുത്ത് നിർത്തിയത് ആരും ഓർമ്മിക്കേണ്ടതില്ലത്രേ. ഒരു ബേബി സീറ്റ് കർക്കശമാക്കുന്നതിനെ പറ്റി ആർക്കും നിർദ്ദേശിക്കാനില്ല. നമ്മളുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് തോന്നുന്നവർ ആരുമില്ല ഇവിടെ. ആലിന്റെ മാതാപിതാക്കൾക്ക് അധികം പരിക്കേറ്റിട്ടില്ല. സൂക്ഷിച്ചിരുന്നെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ആ പേരൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കും. ഇന്നലെ ഇവിടെ പാലായിൽ ഒരാൾ ചെറിയ മകനെ ഡ്രൈവർ സീറ്റിൽ മടിയിലിരുത്തി കാർ ഓടിക്കുന്നത് കണ്ടു. ഒരു ചെറിയ ആഘാതത്താൽ ആ പയ്യന്റെ തലയിൽ സ്റ്റിയറിംഗ് വന്നിടിക്കും. മിണ്ടാപ്രാണികളായ കുഞ്ഞുങ്ങളെ വിനോദങ്ങളിൽപ്പെടുത്തുന്ന ഇവർ പാരന്റ്സ് തന്നെയാണോ? ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജയുണ്ട് എന്നായിരുന്നു ആ കുറിപ്പ്. 10 മാസം ഗർഭത്തിലും 10 മാസം ഭൂമിയിലും മാത്രം ജീവിച്ച തന്റെ കുഞ്ഞ് ഇനി മടങ്ങി വരലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അരുൺ അബ്രഹാമും ഷെറിനും തകർന്നു പോവുകയായിരുന്നു. പക്ഷേ ആ കഠിനമായ ദുഃഖത്തിനിടയിലും അവരെടുത്ത തീരുമാനം കേരളത്തെ വിറപ്പിച്ചു. ഞങ്ങളുടെ മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ. ആലിന്റെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, കണ്ണുകൾ എന്നിവ ദാനം ചെയ്തു. 6 മാസം പ്രായമുള്ള ദ്രിയയ്ക്കും 10 വയസ്സുകാരി ശ്രേയയ്ക്കും അടക്കം 5 പേർക്ക് ആ കുഞ്ഞ് പുതുജീവൻ നൽകുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആൽ മാറി. ആ ഒരൊറ്റ ചോദ്യം ആലിനെ രക്ഷിക്കാമായിരുന്നു. നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആ കാറിൽ ഒരു ചൈൽഡ് കാർ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അപകടങ്ങൾ പ്രവചനാതീതമാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നത് ആ ഒരൊറ്റ സീറ്റ് ആലിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള സാധ്യത 70% വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. റോഡ് അപകടങ്ങളും ശിശുമരണങ്ങളും WHO കണക്കുകൾ, ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം റോഡ് അപകടങ്ങളിലെ ശിശുമരണങ്ങൾ വളരെ ഗൗരവകരമായ ഒരു ഭീഷണിയാണ്. ആഗോള കണക്ക് ഓരോ വർഷവും ഏകദേശം 1,86,300 കുട്ടികളാണ് റോഡ് അപകടങ്ങളിൽ ജീവൻ വെടിയുന്നത്. അതായത് ലോകത്ത് ഓരോ 4 മിനിറ്റിലും ഒരു കുട്ടി റോഡിൽ കൊല്ലപ്പെടുന്നു.
മരണകാരണം 5 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ മരണത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പറയുന്നത് റോഡ് ട്രാഫിക് പരിക്കുകളാണ്. ശരിയായ രീതിയിൽ ചൈൽഡ് കാർ സീറ്റുകൾ ഉപയോഗിക്കുന്നത് ശിശുക്കൾക്കിടയിലെ മരണസാധ്യത 70% വരെയും ചെറിയ കുട്ടികൾക്കിടയിൽ, അതായത് 1 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 54 മുതൽ 80% വരെയും കുറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ചൈൽഡ് കാർ സീറ്റ് നിർബന്ധമാണ്? ഭൗതിക ശാസ്ത്രം 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു കാർ പെട്ടെന്ന് നിന്നാൽ 10 കിലോയുള്ള ഒരു കുഞ്ഞ് 600 കിലോ ഭാരമുള്ള ഒരു വസ്തുവായി മുന്നോട്ട് തെറിക്കും. ഒരു മുതിർന്ന വ്യക്തിക്കും ആ ഭാരം കൈകൊണ്ട് തടയാനാവില്ല. ശരീരഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ തലയുടെ ഭാരം ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. അപകട സമയത്ത് അവരുടെ കഴുത്തിലെ പേശികൾക്കും നട്ടലിനും ഈ ആഘാതം താങ്ങാൻ കഴിയില്ല. കാറിലെ സാധാരണ സീറ്റ് ബെൽറ്റുകൾ മുതിർന്നവർക്കായി രൂപകൽപ്പന ചെയ്തതാണ്. അവ കുട്ടികളുടെ വയറിലോ കഴുത്തിലോ അമർന്ന് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കുവാൻ കാരണമാകും. പ്രായത്തിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് 0 മുതൽ 15 മാസം വരെ റിയർ ഫേസിംഗ് സീറ്റ്, അതായത് പിന്നിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന രീതി. 1 മുതൽ 4 വയസ്സ് വരെ ഫോർവേഡ് ഫേസിംഗ് സീറ്റ്, അതായത് വിത്ത് ഹാർനസ് സ്ട്രാപ്പുകൾ. 4 മുതൽ 12 വയസ്സ് വരെ ബൂസ്റ്റർ സീറ്റ്. ആലിന്റെ സന്ദേശം ആലിൻ ഷെറിൻ അബ്രഹാമും ഇനി 5 പേരുടെ ലോകം കാണും എന്നുള്ളതാണ്. അവളുടെ അച്ഛനമ്മമാരുടെ മഹിമ ലോകം വാഴ്ത്തും. പക്ഷേ ആലിൻ നമ്മോട് ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ: ഇനിയൊരു കുഞ്ഞിനും ഈ ഗതി വരരുത്. അടുത്ത തവണ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മാലാഖയ്ക്ക് ഒരു സീറ്റ് നൽകുമോ? ആലിൻ ജീവിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഓരോ സുരക്ഷിത യാത്രയിലും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഓരോ മാതാപിതാക്കളും ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ആലിൻ ഷെറിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പണപ്പിരിവ് നടത്തുന്നതായും പരാതി ഉയർത്തിരുന്നു. അവയവം സ്വീകരിച്ച കുട്ടികളുടെ ശസ്ത്രക്രിയയ്ക്കായി പണം വേണമെന്ന വ്യാജ പ്രചാരണത്തിനെതിരെയാണ് ആലിന്റെ മുത്തച്ഛൻ റെജി സാമുവൽ രംഗത്ത് വന്നത്. വ്യാജ പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടു. ആലിന്റെ അവയവങ്ങൾ സ്വീകരിച്ച കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടത്തുവാൻ പണമില്ല എന്നും പൊതുജനങ്ങൾ സഹായിക്കണമെന്നും കാണിച്ചുകൊണ്ട് ചിലർ വ്യാജ അക്കൗണ്ടുകൾ വഴി പ്രചാരണം നടത്തുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്നാണ് കുടുംബം അറിയിക്കുന്നത്. സർക്കാരോ അവയവം സ്വീകരിച്ച കുടുംബങ്ങളോ ഞങ്ങളോ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല. ശസ്ത്രക്രിയകളും അനുബന്ധ കാര്യങ്ങളും സൗജന്യമായാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പിന്തുണ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിനാൽ ആരും ഇത്തരം തട്ടിപ്പുകൾക്ക് പണം നൽകരുത് എന്ന് റെജി സാമുവൽ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 5-ന് MC റോഡിലുണ്ടായ വാഹനാപകടത്തിലാണ് അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകളായ ആലിന് ഗുരുതരമായി പരിക്കേറ്റത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുഞ്ഞിന്റെ വൃക്കകൾ, കരൾ, ഹൃദയ വാൽവ്, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി 10 മാസം പ്രായമുള്ള ആലിൻ മാറി. ലഭിക്കുന്ന വിവരമനുസരിച്ച് ആലിന്റെ അവയവങ്ങളിലൂടെ 5 പേർക്കാണ് പുതിയ ജീവിതം ലഭിക്കുന്നത്. ഈ മഹത്തായ സന്ദേശത്തെ ദുരുപയോഗം ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് കുടുംബം അഭ്യർത്ഥിക്കുന്നത്.